നമസ്കാരം, ഞാൻ ഡോക്ടർ നിത്യ, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, കിംസ് ഹെൽത്ത്, ട്രിവാൻഡ്രം. യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും ഒരു 40 ഇയേഴ്സ് കഴിയുമ്പോൾ ഇത് വളരെ ട്രബിൾസം ഒരു സിംറ്റമാണ്. അപ്പോൾ കോമൺ കണ്ടീഷൻസ് ഉണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ, ഡയബറ്റീസ്, ഏജ് റിലേറ്റഡ് എന്നൊക്കെ നമ്മൾ പറയും യൂറിനറി ഇൻകോണ്ടിനൻസിൻ്റെ കാരണം. പക്ഷേ റിയൽ കാരണങ്ങൾ എന്താണെന്ന് നോക്കി അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫീമെയിൽസിന് നോക്കുവാണെങ്കിൽ ചില ഫീമെയിൽസ് വരുമ്പോൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴും ചിരിക്കുമ്പോഴോ കുറച്ചൊരു എക്സസൈസ് ചെയ്യുമ്പോഴെല്ലാം അറിയാതെ 1-2 തുള്ളി മൂത്രം പോയി, എനിക്ക് പാഡ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഇങ്ങനത്തെ കംപ്ലയിൻസ് ആയിട്ടാണ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പെൽവിക് മസിൽ ഫ്ലോർ വീക്ക്നെസ് ആണ്. എന്തുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ റീസൺ പ്രഗ്നൻസി, ഡെലിവറി, ഒബിസിറ്റി ഇങ്ങനത്തെ കാരണങ്ങളാണ്. കൂടാതെ വളരെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ മോസ്റ്റ് കോമൺ കോസസ് ആണ് പ്രഗ്നൻസി, ഡെലിവറി ആൻഡ് ഓവർ വെയ്റ്റ്. സോ ഇതിന് ഇനീഷ്യലി നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രോപ്പർ ഹിസ്റ്ററിയും കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ഗൈനക് കണ്ടീഷൻസ് ഉണ്ടോ എന്നെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ മെയിൻ ട്രീറ്റ്മെൻറ്റ് കുറച്ച് പെൽവിക് ഫ്ലോർ എക്സസൈസസ് ഉണ്ട്, പെൽവിക് മസിൽ ട്രെയിനിങ്. അതുകൂടാതെ ഇതിൻ്റെ 100% ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഒരു ഫുൾ പാഡ് ഡിപ്പെൻഡൻ്റ് ആണ്, പുറത്ത് പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിന് സർജിക്കൽ കറക്ഷൻ ചെയ്യാം. TOT, TVT എന്ന് പറഞ്ഞ സ്ലിംഗ് സർജറീസ് ആണ്. അതിന് നല്ല റിസൾട്ടാണ്. അത് അല്ലാത്തവർക്ക് വേറെ കുറച്ച് ലാപ്രോസ്കോപ്പിക് ആയിട്ട് കോൾപോ സസ്പെൻഷൻ, പിന്നെ ഇഞ്ചെക്റ്റബിൾ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ്സും ഇതിന് വളരെ യൂസ്ഫുൾ ആണ് ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. അപ്പോൾ ഇത് കൂടാതെ ഇത് ഒരു തരത്തിലുള്ള ഇൻകോണ്ടിനൻസ്. ഇനി അടുത്ത തരത്തിലുള്ള ഇൻകോണ്ടിനൻസ് എന്താണ്? ഇതെല്ലാം നമ്മൾ ഓരോ പേഷ്യൻറ്റിനും ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ചിലവർ പറയുന്നത് ഭയങ്കര എർജൻസി ആയിരിക്കും, പെട്ടെന്ന് പോകണം, ടോയ്ലറ്റിൽ എത്തുമ്പോഴേക്കും അറിയാതെ പോകും. ഇതിനെയാണ് എർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടൊരു ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന കണ്ടീഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് മെയിൽസിലും ഫീമെയിൽസിലും എല്ലാം കാണപ്പെടുന്നുണ്ട്. ഫീമെയിൽസിലാണെങ്കിൽ ഇത് വളരെ കോമൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്യുവർലി മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് കുറച്ച് ബ്ലാഡർ ട്രെയിനിങ് കൊടുക്കും. പിന്നെ കുറച്ച് യൂറിനറി ഇൻഫെക്ഷനൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ഇതിനു മുമ്പ് കുറച്ച് ബ്ലാഡർ ട്രെയിനിങ്, പിന്നെ മെഡിസിൻസ് ഉണ്ട്. മെഡിസിൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ഒരു ഡോസ് എത്തുമ്പോൾ ഇവർക്ക് പ്രോപ്പർ റിലീഫ് ഓഫ് ദീസ് സിംറ്റംസ് ഉണ്ടാവും. ഇതിനെയാണ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയുന്നത്. ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫെയിൽഡ് ആകുമ്പോഴാണ് നമ്മൾ ഇവർക്ക് ബോട്ടോക്സ് ഉണ്ട്, ബ്ലാഡറിൽ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നത് ഒരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ വേറെ കുറച്ച് അതേ ഒരു ന്യൂറോ മോഡുലേഷൻ എന്നൊക്കെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഓവർ ആക്റ്റീവ് ബ്ലാഡറിന്. അപ്പോൾ ഈ ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് വേറെ വല്ല കണ്ടീഷൻ ഉണ്ടോ എന്നും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ട് വരുന്നവർക്ക് നമ്മൾ പാർക്കിൻസോണിസം, ഇനി സ്ട്രോക്കോ അല്ലെങ്കിൽ വല്ല സ്പൈനൽ കോഡ് പ്രോബ്ലംസ് ലൈക്ക് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ നോക്കിയാൽ ഈ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എല്ലാം പ്യുവർലി ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മെയിൽസിലാണെങ്കിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വരിക, യൂറിൻ പാസ് ചെയ്യുക, രാത്രി കുറേ തവണ എണീക്കുക, അതിന് നൊക്ടോറിയ എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനായിട്ട് മെയിൽസ് വരുവാണെങ്കിൽ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഒരു ആഫ്റ്റർ 50 ഇയേഴ്സ് ആണെങ്കിൽ നമ്മൾ പ്രോസ്റ്റേറ്റ് കണ്ടീഷനാണ് സസ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്കി ഡയബറ്റീസും ബാക്കി യൂറിനറി ഇൻഫെക്ഷനൊക്കെ റൂൾ ഔട്ട് ചെയ്ത ശേഷം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് നോക്കണം, യൂറോഫ്ലോമെട്രി ചെയ്ത് പ്രോസ്റ്റേറ്റിൻ്റെ കാരണമുള്ള മൂത്ര തടസ്സം ഉണ്ടോ എന്നൊക്കെ നോക്കി അതിനാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൽസിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ യൂറിനറി എർജൻസി ഫ്രീക്വൻസീസ് അത് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക.